MCUവിൽ വാട്ട് ഇഫ് സീസൺ 1 അനൗൺസ് ചെയ്ത സമയം ഓർമ്മയുണ്ടോ? നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാൻ. ഒത്തിരി റീസൺസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം മൾട്ടിവേഴ്സ് സാഗ എന്നൊരു പേരൊക്കെ ഇട്ട് പുതിയ സാഗ വന്നിട്ടും ആ ഒരു സാഗയിൽ മൾട്ടിവേഴ്സിൽ ആക്ച്വൽ കണ്ടന്റുകൾ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. നോവേ ഹോം ആണെങ്കിലും മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആണെങ്കിലും അന്ന് റിലീസ് ആയിട്ടില്ല. 3 സ്പൈഡർമാൻമാർ വരുമെന്നുള്ള റൂമർ മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു വാട്ട് ഇഫിന്റെ വരവ്. അനിമേഷൻ ആണ്, ഓരോ എപ്പിസോഡിലും ഓരോ യൂണിവേഴ്സിലെ കഥയാണ്. അതൊക്കെ കൊണ്ട് തന്നെ വാട്ട് ഇഫിന്റെ ഇൻട്രോയിൽ പറയുന്നത് പോലെ എ പ്രിസം ഓഫ് എൻലെസ് പോസിബിലിറ്റീസ് ആയിരുന്നു വാട്ട് ഇഫ്. അത് തന്നെയായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. വരാനിരിക്കുന്ന മൾട്ടിവേഴ്സൽ സാഗയുടെ ബിഗ് പ്രൊജക്ട്സിന് മുന്നോടിയായിട്ട് ഓഡിയൻസിന് മൾട്ടിവേഴ്സ് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിൽ എന്തൊക്കെയായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക? നമ്മൾ കണ്ട ക്യാരക്ടേഴ്സിന്റെ ആൾട്ടർനേറ്റീവ് വേർഷൻസ് ആയിരിക്കും, നമ്മൾ കണ്ട കഥകളുടെ ആൾട്ടർനേറ്റീവ് വേർഷൻസ് ആയിരിക്കും. ഇപ്പൊ MCUവിൽ ഒരിക്കലും ഒരുമിക്കാത്ത പല കോണി കിടക്കുന്ന ക്യാരക്ടേഴ്സ് ആക്ച്വലി ഒരുമിച്ചേക്കാം, ഇതുവരെ കാണാത്ത ക്യാരക്ടേഴ്സ് വന്നേക്കാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻലെസ് പോസിബിലിറ്റീസ് ആണ് വാട്ട് ഇഫ് സീസൺ 1 നമുക്ക് കാണിച്ചു തന്നത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട് തന്നെയായിരുന്നു അത്. ആൻഡ് അന്ന് ഒരുപാട് പേര് ഇത് ആന്തോളജി ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാനടക്കം ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലെല്ലാം കൂടെ കണക്ട് ആവുന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൺ. വാട്ട് ഇഫ് സീസൺ 1 ഫിനാലെ എപ്പിസോഡിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സും കൂടെ ഒരുമിച്ച് ഒരു മൾട്ടിവേഴ്സൽ ലെവൽ അവഞ്ചേഴ്സും നമുക്ക് കിട്ടി. എനിക്കത് ആ ഒരു ടൈമിൽ ഓർമ്മ വന്നത് നമ്മുടെ ഒറിജിനൽ അവഞ്ചേഴ്സ് ഇറങ്ങിയ സമയമാണ്, അതായത് ഫേസ് 1. ഓരോ സിനിമയിലൂടെ ഓരോ ഹീറോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഈ അവഞ്ചേഴ്സിൽ എല്ലാവരും കൂടെ ഒരുമിക്കുന്നു. അതുപോലെ വാട്ട് ഇഫ് സീസൺ 1 അതുവരെ ഉണ്ടായിരുന്ന എപ്പിസോഡുകളിൽ ഓരോ ഹീറോസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും അവസാനം അവർ ഒരുമിക്കുന്നു. ഫോർ മീ വാട്ട് ഇഫ് എൻഡഡ് ദെയർ. വാട്ട് ഇഫിന്റെ പർപ്പസ് അവിടെ കഴിഞ്ഞു. അതിനുശേഷം അതേ വർഷം നോവേ ഹോം വന്നു, അടുത്ത വർഷം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് വന്നു. സോ ഓഡിയൻസിന് അറിയാം എന്താണ് മൾട്ടിവേഴ്സ് എന്ന്. അതിനുശേഷം DC മൾട്ടിവേഴ്സൽ മൂവീസ് ഇറക്കി. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓഡിയൻസിന്റെ അടുത്ത് വാട്ട് ഇഫിന്റെ പർപ്പസ് കഴിഞ്ഞു. പക്ഷേ ദേ സ്റ്റിൽ ഗോൺ വിത്ത് സീസൺ 2 ആൻഡ് സീസൺ 3. വാട്ട് ഇഫിന്റെ സീസൺ 2 എനിക്ക് സീസൺ 1 ഇഷ്ടപ്പെട്ട കുറെ എപ്പിസോഡ്സ് ഉള്ള ഒരു സീസണാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ട് ഇഫ് എന്ന സീരീസിന്റെ പർപ്പസ് സീസൺ 1 കഴിഞ്ഞാണ്. സോ സീസൺ 2 കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീസൺ 1 എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പല എപ്പിസോഡുകൾ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിൽ പോകുന്ന സാധനങ്ങൾ, നമുക്കൊരു ബിഗ് എക്സ്പീരിയൻസ് തരുന്നത്. എസ്പെഷ്യലി ആനിമേഷൻ ആയതുകൊണ്ട് ദർ ആർ നോ ലിമിറ്റേഷൻസ്. ലൈവ് ആക്ഷൻ പോലുള്ള വലിയ ലിമിറ്റേഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. സോ അത്രയും ബിഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമുക്ക് വാട്ട് ഇഫ് തരേണ്ടത്. അതേപോലെ മാർവൽ വലിയൊരു മൾട്ടിവേഴ്സൽ ലെവൽ ഇവന്റ്സിലോട്ട് പോവാണ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ കൊണ്ടുവരണം. ഫസ്റ്റ് വാട്ട് ഇഫിൽ ഇറങ്ങിയ സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്തെ സുപ്രീം സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് വരുമെന്നാണ്. ക്യാപ്റ്റൻ കാർട്ടർ വന്നെങ്കിലും അതും ഒരു ആൾട്ടർനേറ്റീവ് വെർഷൻ ആയിരുന്നു, സ്ട്രേഞ്ച് ഒരു ആൾട്ടർനേറ്റീവ് വെർഷൻ ആയിപ്പോയി. സോ സീസൺ 2 കൊണ്ടുവന്ന പല ക്യാരക്ടേഴ്സിനെ വേണം ഫ്യൂച്ചർ മാർവൽ പ്രൊജക്ട്സിലൊക്കെ കൊണ്ടുവരായിരുന്നു. പക്ഷേ സീസൺ 2 പാളിപ്പോയത് അതിന്റെ ഫിനാലയിലാണ്. സീസൺ 1 അത്രയും കിടുവായിരുന്നു ഫിനാലെ. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഫേസ് കാണുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടി. പക്ഷേ ഇവിടോട്ട് വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. സുപ്രീം സ്ട്രേഞ്ചിനെ പെട്ടെന്ന് കയറ്റി വില്ലനാക്കി, ക്യാപ്റ്റൻ കാർട്ടറിനെ പെട്ടെന്ന് പിടിച്ച് ഹീറോ ആക്കി. മൊത്തത്തിലൊരു ഫോഴ്സ്ഡ് സെറ്റപ്പ്, ചുമ്മാ തള്ളിക്കയറ്റി ഹീറോ ആക്കുന്ന ഒരു ഫീൽ. അത് മാർവലിന്റെ പല പ്രൊജക്ടുകളിലും പല ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടതാണ്. ഇവിടോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു എക്സ്ട്രീം വേർഷനായി. മാർവൽ യൂഷ്വലി സീരീസിന്റെ ഫിനാലെ കുളവാക്കുന്നതിൽ എക്സ്പേർട്സ് ആണ്. അതിനൊരു അപവാദമായിട്ടുണ്ടായിരുന്നത് ആദ്യം വന്ന ടൈമിൽ ലോക്കിയും വാട്ട് ഇഫും ആയിരുന്നു. ആ വാട്ട് ഇഫിന്റെ തന്നെ സീസൺ 2 ആ ഒരു ഫിനാലെ കുളവാക്കുന്ന കാര്യത്തിന്റെ പീക്ക് ലെവലാക്കാൻ മാർവലിന് സാധിച്ചു. സീസൺ 2 ഫിനാലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓവറോൾ സീസൺ വലിയ തരക്കേടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സീസൺ 1 ഇഷ്ടപ്പെട്ട ചില എപ്പിസോഡ്സ് ഒക്കെ സീസൺ 2 എസ്പെഷ്യലി ടോണി സ്റ്റാർക്കിന്റെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ആ ഒരു റേസിംഗ് എപ്പിസോഡ്. അത് ഒറിജിനൽ സീസൺ 1 എപ്പിസോഡ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. മേ ബി അതായിരിക്കാം അവിടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് സീസൺ 2 അതാക്കിയത്. ഇപ്പൊ അതേ സീസൺ 3 റിലീസ് ആവുന്നു. എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. സംഗതി കഴിഞ്ഞ സീസൺ 2 ആയിക്കോട്ടെ സീസൺ 3 ആയിക്കോട്ടെ, ഇത് രണ്ടും ഡെയിലി റിലീസാണ്. 8 ദിവസം അടുപ്പിച്ച് ഓരോ എപ്പിസോഡ് ഓരോ ദിവസം റിലീസാണ്. വാട്ട് ഇഫ് സീസൺ 1 അങ്ങനെ അല്ലായിരുന്നു, ഓരോ ആഴ്ചയിൽ ഓരോ റിലീസാണ്. വേറെ ഏത് മാർവൽ സീസണിലും അങ്ങനെ തന്നെ. എക്കോ മാത്രം ഒരു ഡേ തന്നെ മൊത്തം ഇറക്കുമായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ വീക്ക്ലിയാണ്, ഇത് മാത്രം ഡെയിലി. സംഗതി സിമ്പിൾ ആണ്, ക്രിസ്മസ് ആണ്. സോ ഡിസ്നി പ്ലസ് എന്തെങ്കിലും മെയിനായിട്ടൊരു കണ്ടന്റ് വേണം. അതും ഡെയിലി ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ നല്ലത്. വെക്കേഷൻ ആണ്, ഗ്ലോബലി വെക്കേഷൻ ആണ്. വാട്ട് ഇഫ് ആണെങ്കിൽ ആനിമേറ്റഡ് ആണ്, എൻലെസ് പോസിബിലിറ്റീസ് ആണ്, എന്നും ചെയ്യാം. സോ ഇവിടെ ഇവർ ചെയ്ത വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ വാട്ട് ഇഫ് എന്ന് പറയുമ്പോൾ എന്തും ആകാം, എൻലെസ് പോസിബിലിറ്റീസ് ആണ്. നമ്മൾ മനസ്സിൽ ആലോചിക്കുന്നതിന് അപ്പുറത്തുള്ള കിടില സാധനങ്ങൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ യൂഷ്വൽ സാധനങ്ങളും ഇറക്കി വിടാം. അതാണല്ലോ വാട്ട് ഇഫ് എന്ന് പറയുന്നത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇവരിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ 5 എപ്പിസോഡാണ് വന്നത്. അതിൽ 4ാമത്തെ എപ്പിസോഡ് മാത്രം ഒന്ന് മാറ്റി നിർത്താം. അതിന് റീസൺ ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. ബാക്കിയുള്ള 4 എപ്പിസോഡ് 1, 2, 3, 5 ഈ 4 എപ്പിസോഡും വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഇനി നെക്സ്റ്റ് പ്രൊജക്ട്സ് ഉള്ള പല മാർവൽ ക്യാരക്ടേഴ്സിനുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പരസ്യം ആണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പിസോഡ് 1 സാം വിൽസൺ ഉള്ളതായിരുന്നു. അതിനകത്ത് ഹൾക്കുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്റ്റീവ് റോജേഴ്സിന്റെ ക്വാളിറ്റീസ് സാം വിൽസൺ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. എപ്പിസോഡ് 2 വന്നപ്പോഴത്തേക്കും ഈ ഒരു റോൾ അഗത ഏറ്റെടുത്തു. അഗതയുടെ സീരീസ് ഓൾറെഡി സീസൺ 1 വന്നു കഴിഞ്ഞു. സീസൺ 2 ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത സീരീസാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. കാരണം നമുക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഒരു യൂഷ്വൽ ഹാലോവീൻ സെറ്റപ്പിൽ വന്ന സീരീസാണ്.
ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് തോന്നുന്നത് വിച്ച് സ്പൂക്കി സ്റ്റഫൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് അഗത ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും അഗതയെ വലിയൊരു സംഭവമായിട്ട് കാണിക്കാൻ വേണ്ടി കാണിച്ച പോലെ ഓൾറെഡി സീരീസ് വന്നു, ഒരു സീസൺ 2 വരാനുണ്ട്. അടുത്തത് തേർഡ് എപ്പിസോഡ് വന്നപ്പോൾ റെഡ് ഗാർഡിയനും ബക്കി, അറിയാലോ അടുത്ത വർഷം തണ്ടർ ബോൾസ് വരുന്നുണ്ട്. ഓൾറെഡി ട്രെയിലറിൽ തന്നെ ഇവരുടെ ചില ഇന്ററാക്ഷൻസ് ഒക്കെ കാണിച്ചു. സോ അതിന് പ്രൊമോഷൻ പോലെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിച്ച് റെഡ് ഗാർഡിയനെ കുറച്ചുകൂടെ ലൈക്കബിൾ ആക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ. ആൻഡ് ഇപ്പം ലാസ്റ്റ് വന്ന എപ്പിസോഡ് 5 റിറി വില്യംസ് അഥവാ അയൺ ഹാർട്ട് ആണ് ഇതുപോലുള്ളത്. ആൻഡ് അയൺ ഹാർട്ടിന്റെ സീരീസ് ഇപ്പൊ അടുത്ത വർഷം തന്നെ റിലീസ് ആവും മോസ്റ്റ്ലി. അപ്പൊ സംഗതി ഇവരെ ഈ പറഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന എപ്പിസോഡ്സ് ഒക്കെ ആയിട്ട് തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ വാട്ട് ഇഫ് എന്ന് പറയുന്നത് എൻലെസ് പോസിബിലിറ്റീസ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തുള്ള കണ്ടന്റ്സ് കൊണ്ടുതരാം. അങ്ങനെ കൊണ്ടുവരാതെ ഈ വരാനിരിക്കുന്ന ക്യാരക്ടേഴ്സിന്, വരാനിരിക്കുന്ന പ്രൊജക്ട്സിന്റെ പ്രൊമോഷൻ പോലെ ചുമ്മാ കുറച്ച് എപ്പിസോഡ്സ് ഇറക്കി വിട്ട് വാട്ട് ഇഫ് എന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ പൊട്ടൻഷ്യൽ മൊത്തത്തിൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതായത് സീസൺ 2 ഫിനാലെ മാത്രമാണ് ഇവർ മോശമാക്കിയതെങ്കിൽ തുടക്കം തൊട്ടേ ഒരു മിഡ് അല്ലെങ്കിൽ അതിന്റെ താഴെ ലെവലിലോട്ടാണ് വാട്ട് ഇഫിന്റെ പോക്ക് ഇൻ ടേംസ് ഓഫ് കോൺസെപ്റ്റ്. പ്രശ്നം ഇതാണ്, കോൺസെപ്റ്റ് ബിഗാക്കാൻ നോക്കാതെ ക്യാരക്ടേഴ്സിന്റെ പ്രൊമോഷൻസിലോട്ട് പോകും. ആൻഡ് ഇറ്റ്സ് റിയലി സാഡ്. ഇപ്പം മാർവലിന്റെ ബാക്കിയുള്ള പ്രൊജക്ട് എടുത്ത ഇൻ യൂണിവേഴ്സ് പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ട്. വലിയ വലിയ ഇൻസിഡൻസ് അല്ലെങ്കിൽ വലിയ വലിയ ഇവന്റ്സ് കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എംസിയുടെ മെയിൻ എർത്തിലോ അല്ലെങ്കിൽ സൈഡ് എർത്തിലോ കാണിക്കേണ്ടി വരും. ഇപ്പൊ ഡെഡ്പൂൾ വൂൾവറീനെ കൊണ്ടുവന്നുള്ള ചേഞ്ചസ് ആ ഒരു യൂണിവേഴ്സിൽ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ, അടുത്ത പടം വരുമ്പോൾ എഫക്റ്റ് ആവും. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ സംഭവങ്ങൾ ഇനി വരുമ്പോൾ ഓവറോൾ എഫക്റ്റ് ആവും. അങ്ങനെ വലിയ ലെവലിൽ അത് എഫക്റ്റ് ആവാൻ പറ്റും. പക്ഷെ വാട്ട് ഇഫിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. വാട്ട് ഇഫ് നടക്കുന്ന വേറെ വേറെ യൂണിവേഴ്സിലാണ്. മെയിൻ എർത്തിനെയോ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നടക്കുന്ന എംസിയുടെ കഥയൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് അവർക്ക് വലിയ വലിയ ഇവന്റ്സ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനു പകരം ക്യാരക്ടേഴ്സിന് ചുമ്മാ പ്രൊമോഷൻ, പരസ്യവിടൽ, അതൊക്കെയാണ് ഇപ്പൊ വരുന്ന എപ്പിസോഡ്സ്. അത് ശരിക്കും വിഷമം വരുവാണ്. കാരണം ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ പോലല്ല വാട്ട് ഇഫ്. ഇപ്പം സത്യം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വൈസും അതേപോലെ കൊണ്ടുവരാൻ പറ്റുന്ന ഔട്ട്പുട്ട് വൈസും നോക്കുവാണെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് വെച്ചിട്ട് വാട്ട് ഇഫിന്റെ സീസൺ 3 ആണ് മാർവൽ റീസെന്റ് ഇറക്കിയതിൽ വെച്ച് ഏറ്റവും മോശം പ്രൊജക്ട് എന്ന് പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ള മോശം പ്രൊജക്റ്റുകൾ എടുത്താലും അതിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത്ര വരെ പോകത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. ആ ഒരു ലെവൽ പോലും മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഇത് മോശമായിട്ട് മാറിയത്. പക്ഷേ വാട്ട് ഇഫ് സീസൺ 3 അങ്ങനെയല്ല, ഏറ്റവും പൊട്ടൻഷ്യൽ പ്രൊജക്റ്റ് ആണ്, അതിനെ ഏറ്റവും മോശമാക്കുന്ന ലെവലിലോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണാൻ പറ്റാത്ത എപ്പിസോഡൊന്നുമല്ല, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം, അത്ര മോശമൊന്നുമല്ല. പക്ഷേ അങ്ങനത്തെ എപ്പിസോഡ്സ് ആണ് വാട്ട് ഇഫ് ഡിസർവ് ചെയ്യുന്നത്. വാട്ട് ഇഫ് ഡിസർവ് ചെയ്യുന്നത് എക്സ്ട്രാ ഓർഡിനറി എപ്പിസോഡ്സ് ആണ്. നമ്മൾ സീസൺ 1 സീസൺ 2 പല എപ്പിസോഡ്സും കണ്ടതുപോലെ എക്സൈറ്റിംഗ് ആയിട്ട് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന എപ്പിസോഡ്സ് ആണ്. എപ്പിസോഡ് 4 ഇതുകൊണ്ടാണ് എനിക്ക് യൂണീക്ക് ആയിട്ട് തോന്നിയത്. അതിന് ഒരുപാട് പേർക്ക് എപ്പിസോഡ് 4 ഇഷ്ടപ്പെട്ടില്ല. ബേസിക്കലി ഹോവാർഡ് ദ ഡക്കിനും ഡെയ്സിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നു. കുഞ്ഞെന്ന് വെച്ചാൽ ബേസിക്കലി മുട്ടയാണ് കേട്ടോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് വിയർഡ്, ഐ നോ. എനിക്ക് യൂഷ്വലി ഇങ്ങനത്തെ വിയർഡ് സ്റ്റഫ് ഇഷ്ടമാണ്. ഡിസിയുടെ ലെജൻഡ്സ് ഓഫ് ടുമോറോ എന്ന സീരീസിൽ ഇതുപോലെ മൊത്തം വിയർഡ്നെസ് ആണ്. ആ ഒരു വിയർഡ് സ്റ്റഫ് വിയർഡായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിനകത്ത് ലോജിക്കൊന്നും നോക്കാതെ ഒത്തിരി കോമഡി ഉണ്ട്. ഒരുപാട് വില്ലന്മാരെ കോമഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ മാർവലിൽ നമ്മൾ വില്ലന്മാരെ കോമഡി ആക്കുന്നു പറയുമ്പോൾ സീരിയസ് ആയിട്ട് വരുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഒരു കോമഡി ഫൺ എപ്പിസോഡിൽ വാട്ട് ഇഫിന്റെ ഒരു എപ്പിസോഡിൽ അത് പ്രശ്നമില്ല. ഒരു ഫുൾ ഫൺ റൈഡ് തന്നെ എനിക്ക് എപ്പിസോഡ് 4 തന്നു. അതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ബാക്കിയുള്ള എപ്പിസോഡ്സിലോട്ട് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണ്. ഇത് എങ്ങോട്ട് പോകും നമുക്കറിയാം. ക്യാരക്ടേഴ്സിന്റെ പ്രൊമോഷൻസ്, ക്യാരക്ടേഴ്സ് ഫ്യൂച്ചർ പ്രൊജക്ട് വരുന്നതുകൊണ്ട് അവരെ പൊക്കിയടിക്കല്, ഇതൊക്കെയാണ് ബാക്കിയുള്ള എപ്പിസോഡ്സ്. സോ അതുകൊണ്ടാണ് എപ്പിസോഡ് 4 ഇച്ചിരി യൂണീക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പം വേറൊരു സീസണിലാണെങ്കിലും കറക്റ്റ് ഫിറ്റ് ആയതിന് ബാക്കിയുള്ള സീസൺസിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇറ്റ്സ് എ സ്പൂഫ് കൈൻഡ് ഓഫ് വേൾഡ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലത്തെ വെറൈറ്റി, അതുപോലെ എല്ലാം കോമഡി ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു സ്പൂഫ് കൈൻഡ് ഓഫ് വേൾഡ് ആണ് കാണിച്ചതെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു വേൾഡ് ഇവർക്ക് വേണമെങ്കിൽ കാണിക്കാം. ഓൾറെഡി അവർ നേരത്തെ ചെയ്തിട്ടുണ്ട്. മാർവൽ സോംബീസിന്റെ വേൾഡ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ സ്പിൻ ഓഫ് സീരീസ് വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കൊണ്ട് തന്നെ വാട്ട് ഇഫിൽ എന്തും പോസിബിൾ ആണ്. പക്ഷെ എന്തും പോസിബിൾ ആണ് എന്നുള്ളത് കൊണ്ട് വലിയ വലിയ കണ്ടന്റുകൾ ഇറക്കാതെ ചെറിയ ചെറിയ കണ്ടന്റുകൾ ഇറക്കുന്ന അവസ്ഥയാണ്. ഇനിയിപ്പോൾ 3 എപ്പിസോഡോട് റിലീസ് ആവാനുണ്ട്. ഏറ്റവും അവസാനം എന്താവും എന്തോ, അവസാനം ഡൂംസ് ഡേയിലോട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ വരുമെന്നൊക്കെ പണ്ടായിരുന്നെങ്കിൽ വിശ്വസിക്കായിരുന്നു. ഇപ്പൊ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വാട്ട് ഇഫ് സീസൺ 3 കൂടി വാട്ട് ഇഫിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അതാണ് ഏറ്റവും ഡിസപ്പോയിന്റിങ് ആയതും. കാരണം ഒരു സീരീസിന്റെ ഫിനാലെ സീസണാണ് എപ്പോഴും നമ്മൾ ഏറ്റവും ഹൈപ്പായിട്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതും എല്ലാം ഹൈറ്റൻഡ് ആക്കുന്നതും. പക്ഷെ ആ ഫിനാലെ സീസൺ തന്നെയാണ് ഏറ്റവും ഡൗൺ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ വളരെയധികം സാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂഷ്വലി ചാനലിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടാറില്ല. നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഇറങ്ങുമ്പോൾ അതിനകത്ത് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അനാലിസിസ് അതൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരു സീരീസ് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും ഇറക്കാറില്ല. റിവ്യൂ ഇടുവാണെങ്കിൽ അതിനകത്ത് പറഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ഇതെന്തോ ശരിക്കും വിഷമമായി. കാരണം സീസൺ 1 ഇറങ്ങിയ സമയത്ത് അത്രയും ഹൈപ്ഡ് ആയിട്ടിരുന്ന് കണ്ടൊരു സാധനത്തിന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. എന്തായാലും ഇതോടുകൂടി വാട്ട് ഇഫ് തീരുകയാണ്. ഈ മാർവൽ ആനിമേഷൻ ബേസ് ചെയ്തൊരു 3-4 സീരീസ് ഉടനെ വരുന്നുണ്ട്.
ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ജനുവരി അവസാനം റിലീസാവും. അതൊക്കെ നല്ല രീതിയിൽ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വാട്ട് ഇഫ് എന്താവോ എന്തോ. ഇനിയിപ്പോൾ ഫിനാലെങ്കിലും നല്ലതായി അത്ര സന്തോഷം. കാരണം കഴിഞ്ഞ സീസൺ 2 ബാക്കിയെല്ലാം നല്ലതായിട്ടും ഫിനാലെയാണ് കുളമായത്. ഇവിടെ ബാക്കിയെല്ലാം കുളമായിട്ടും ഫിനാലെ നന്നായാൽ അത്രയും നല്ലത്.